നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശത്ത് ജോലിക്കായി എത്തുന്ന പലരും ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാറുണ്ട്. എന്നാൽ പല പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവർ ഇത് കരസ്ഥമാക്കുന്നത്. എന്നാൽ ചില പരിശീലന കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് കെണിയാണ് ഒരുക്കിയിരിക്കുന്നത്. വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പരസ്യം ചെയ്ത് ദുബായിൽ രഹസ്യ പരിശീലകർ വിലസുന്നതായി റിപ്പോർട്ട് പുറത്തേക്ക്. മസാജ് സെന്ററുകൾക്ക് സമാനമായ രീതിയിൽ കാർഡുകൾ വിതരണം ചെയ്താണ് ഇവർ ഡ്രൈവിംഗ് പഠിതാക്കളെ പഠിപ്പിക്കുന്നത് തന്നെ. ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള അംഗീകൃത പരിശീലനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി രഹസ്യ സ്വഭാവത്തിലാണ് പരിശീലനം നൽകി വരുന്നത് തന്നെ. ഏതുതരം വാഹനവും അനായാസം ഓടിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് പരിശീലനമെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് താനും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ ടെലിഫോൺ, വാട്സാപ്പ് നമ്പറുകൾ പരസ്യത്തിൽ അച്ചടിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പരിശീലകർ അംഗീകൃത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് വിരമിച്ചവരോ പരിശീലനം നൽകുന്നവരോ ആണെന്ന് പറഞ്ഞാണ് പഠിതാക്കളുടെ വിശ്വാസം ആർജിച്ചെടുക്കുക തന്നെ. ഈ രംഗത്ത് പരിചയസമ്പന്നരായ വനിതാ പരിശീലകരും ലഭ്യമാകുന്നതാണ്. അങ്ങനെ മണിക്കൂറുകൾക്ക് ന്യായമായ നിരക്ക് വെച്ചാണ് പരിശീലനം നൽകി വരുന്നത്. 75 ദിർഹം നൽകിയാൽ 1.5 മണിക്കൂർ വരെ പരിശീലനം നൽകുന്നവരും പൊതുവെ ലഭ്യമാകുന്നുമുണ്ട്. ചില പരിശീലകർക്ക് 1 മണിക്കൂറിന് 50-60 ദിർഹം നൽകിയാൽ മതിയാകും. പലവിധ ആകർഷകമായ ഓഫറുകളും നൽകി ആളുകളെ വശത്താക്കി വളയം പിടിപ്പിക്കാൻ പരിശീലിപ്പിക്കുകയാണ് രഹസ്യ പരിശീലകർ. സുരക്ഷിതവും ആളൊഴിഞ്ഞതുമായ നിരത്തുകളാണ് ഇതിനായി തിരഞ്ഞെടുക്കുക തന്നെ. ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഫയൽ തുറക്കണമെന്നതാണ് ഇവരുടെ സേവനം ലഭ്യമാക്കാനുള്ള ഏക വ്യവസ്ഥ എന്നത്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ 10 വർഷം വരെ സേവനം ചെയ്ത പരിശീലകരും ഇവരോടൊപ്പം തന്നെയുണ്ട്. ഇവർക്ക് ഡ്രൈവിംഗിലെ സകല ന്യൂനതകളും തീർത്തു തരാൻ സാധിക്കുമത്രേ. ഇതര രാജ്യങ്ങളിൽ നിന്ന് പരിശീലന കോഴ്സ് പൂർത്തിയാക്കിയവരും പരിശീലകരായി രംഗത്തും എത്തുന്നുണ്ട്. വനിതകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ വാഹനം ഓടിക്കാൻ സാധിക്കുന്നതായി ഹ്രസ്വകാല പരിശീലന കോഴ്സാണ് വാഗ്ദാനം ചെയ്തു വരുന്നത്. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വിരുദ്ധമായ പരിശീലനം നൽകുന്നതും നേടുന്നതും നിയമവിരുദ്ധമാണെന്ന് RTA ലൈസൻസ് വകുപ്പ് തലവൻ അബ്ദുള്ള യൂസുഫ് ആലു അലി അറിയിക്കുകയുണ്ടായി. രാജ്യത്ത് താമസിക്കുന്നവർ അനധികൃത ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത് വ്യാപകമല്ലെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരം നിയമലംഘനങ്ങൾ RTA നിരീക്ഷിക്കുന്നതായിരിക്കും. ഈ പരിശീലനങ്ങൾ കൊണ്ട് പഠിതാക്കൾക്ക് സമയവും പണവും നഷ്ടമാവുകയാകും ഫലം എന്നത്. ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ നിയമമനുസരിച്ച് ഔദ്യോഗിക അനുമതി കൂടാതെ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നവർക്ക് 10,000 ദിർഹമാണ് പിഴ ചുമത്തുക. ഇതിനുപയോഗിച്ച വാഹനങ്ങൾക്ക് 5,000 ദിർഹവും പിഴ ചുമത്തുമെന്ന് അബ്ദുള്ള മുന്നറിയിപ്പും നൽകി. ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ കാത്തിരിക്കുന്ന ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചു തന്നെ നിൽക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.